Page number 250, famous structures. Listen. In the world map given below, 9 monuments have been placed and numbered. Write the correct number alongside the names of the monuments. Also, write the names of the countries where these monuments are situated. Choose from the box. Greece, England, India, Italy, Egypt, Brazil, Cambodia, USA, France. These are the countries. നോക്ക് അതിലെ ഒന്നാമത്തെ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാ ഒന്നാമത്തെ പേര് സാഞ്ചി സ്തൂപ. എന്താ? റീഡ് ലൗഡ്ലി വിത്ത് മീ. സാഞ്ചി സ്തൂപ. രണ്ട് ദ പിരമിഡ്സ്. തേർഡ് വൺ സ്റ്റോൺഹെഞ്ച്. Then fourth one Parthenon. Then fifth one Angkor Wat. Sixth one the Colosseum. Seventh one Palace of Versailles. Eighth one Statue of Liberty. Then ninth one Christ the Redeemer. Christ the Redeemer. These are the monuments. Names of monuments. അല്ലേ? ഇനി ഇത് ഏത് കൺട്രിയിലാണ് എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ കൺട്രി ഇവിടെ അടയാളപ്പെടുത്തണം. മനസ്സിലായോ? ഏത് കൺട്രി ആണെന്ന് കണ്ടുപിടിക്കുക. ഏത് കൺട്രി ആണെന്ന് കണ്ടുപിടിക്കണം. അത് എഴുതണേ. ഒന്ന് സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപ ഏത് കൺട്രിയിലാ? സാഞ്ചി സ്തൂപ സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. കണ്ടോ അവിടെ ഇന്ത്യ എന്നല്ലേ? ഇന്ത്യ എവിടെയാ? ആ വേൾഡ് മാപ്പിൽ ഇന്ത്യ എവിടെയാന്ന് കണ്ടുപിടിച്ചേ. ഇന്ത്യ എവിടെയാണ് വേൾഡ് മാപ്പില്? ഏതാ? 8 അല്ലേ? ഈ 8 എന്നുള്ള ഇവിടെയാണ് ഇന്ത്യ. അപ്പൊ അവിടെ ഇന്ത്യ എന്ന് എഴുതിക്കോ. ഇന്ത്യ 8 അല്ലേ? അവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സെക്കൻഡ് വൺ ദ പിരമിഡ്സ്. പിരമിഡ്സ് ഏത് രാജ്യത്താ? പിരമിഡ്സ് ബിലോങ്സ് ടു ഈജിപ്റ്റ്. എവിടെയാ പിരമിഡ്സ്? ഈജിപ്തിലാണല്ലേ? ഈജിപ്തിലാണ് പിരമിഡ്സ്. ഇനി ഈജിപ്ത് എവിടെയാന്ന് കണ്ടുപിടിക്കേ. ഈജിപ്ത് പിരമിഡ്സ് അവിടെ ഈജിപ്ത് എന്ന് എഴുതിട്ടോ. ഈജിപ്ത് പിരമിഡ്സ് ഈജിപ്ത്. ഓക്കെ 7. നോക്കാം ഗ്രേസ് ശരിയാണെന്ന് നോക്കാട്ടോ. സെക്കൻഡ് വൺ പിരമിഡ്സ് ഈജിപ്തിലാണ്. EGYPT ഈജിപ്ത്. ഈജിപ്ത് എവിടെയാ? ഈ വേൾഡ് മാപ്പിൽ എവിടെയാ? സെവൻത് വൺ ഈസ് ഈജിപ്ത്. Shisa, Shahabas, listen. Seventh one is Egypt. Okay. Then third one Stonehenge. Stonehenge ഏത് രാജ്യത്താ? സ്റ്റോൺഹെഞ്ച് എവിടെയാണെന്നറിയോ? ഇംഗ്ലണ്ടിലുള്ള ഒരു ഇമ്പോർട്ടന്റ് മോണുമെന്റ് ആണ് ഇത്. സ്റ്റോൺഹെഞ്ച് ഇൻ ഇംഗ്ലണ്ട്. പ്ലീസ് റൈറ്റ് ഡൗൺ ഇംഗ്ലണ്ട്. Stonehenge in England. Stonehenge situating in England. ഇനി ഈ വേൾഡ് മാപ്പിൽ എവിടെയാണ് ഇംഗ്ലണ്ട്? എവിടെയാണ് ഇംഗ്ലണ്ട്? 6th one 3 അല്ല 6th. ഇവിടെ ഇതാണ് ഏത്? സോറി തേർഡ് വൺ മാറിപ്പോയി മക്കളെ. തേർഡ് വൺ തേർഡ് വൺ. ഞാൻ ഫോർത്ത് ആണ് ശ്രദ്ധിച്ചത്. തേർഡ് വൺ ഇംഗ്ലണ്ട്. തേർഡ് ആണ് ഇംഗ്ലണ്ട്. 6th അല്ല തേർഡ്. തിരുത്തണേ. 6th അല്ല തേർഡ് ആണ്. തിരുത്തുക. ഇനി ഫോർത്ത് വൺ നോക്ക്. ഫോർത്ത് വൺ ദ പാർത്തനൻ. പാർത്തനൻ എവിടെയാ? ഗ്രീസ്. പാർത്തനൻ ഇൻ ഗ്രീസ്. GREECE ഗ്രീസ്. ഇനി എവിടെയാണ് ഗ്രീസ്? ഈ വേൾഡ് മാപ്പിൽ എവിടെയാ ഗ്രീസ്? 6th വൺ അല്ലേ? 6th വൺ. 6th ഗ്രീസ് 6th ആണ്. Okay. Then next one Angkor Wat. Angkor Wat. Angkor Wat.
ആങ്കോർ വാട്ട് നോക്ക്. ആങ്കോർ വാട്ട് എവിടെയാണെന്നറിയോ? കംബോഡിയ. എവിടെയാ? കംബോഡിയ. കംബോഡിയ. എന്താ ഗ്രേസേ? എന്താ? ആ എന്താ ഗ്രേസേ? അല്ല സോറി, ഗ്രേസ് അല്ല, സോറി, ജോസി. മനസ്സിലാവുന്നില്ല. അതായത് അവിടെ പേജ് നമ്പർ 250 ഒരു വേൾഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറെ മെയിൻ മോണിമെന്റ്സിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. താഴെ കുറെ മോണിമെന്റ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ മോണിമെന്റ്സ് ഏത് രാജ്യത്താണ് എന്നും അത് ഇവിടെ എവിടെയാണ് അത് മാർക്ക് ചെയ്യാന്നും കണ്ടുപിടിക്കാം. വേൾഡ് മാപ്പിൽ എവിടെയാണ് ആ കൺട്രി എന്നും കണ്ടുപിടിക്കാം. അതിൽ ഒന്നാമത്തത് സാഞ്ചി സ്തൂപയാണ്. സാഞ്ചി സ്തൂപ ഇന്ത്യയിലാണ്. ഇന്ത്യ ഈ വേൾഡ് മാപ്പിൽ ഇവിടെ എവിടെയാ? ഈ കാണുന്ന 8ലാണ് ഏത്? സാഞ്ചി സ്തൂപ. 8 ആണ് സാഞ്ചി സ്തൂപ. കണ്ടോ ഇവിടെ. ദെൻ പിരമിഡ്സ് ആർ ഇൻ ഈജിപ്ത്. അത് 7 ആണ്. ഈജിപ്ത് 7. ഈജിപ്ത് വേൾഡ് മാപ്പിൽ ആ 7 നോക്ക്, അവിടെയാണ് ഈജിപ്ത്. കണ്ടോ പിരമിഡ്സിന്റെ ഫോട്ടോ കണ്ടോ 7th? യെസ്. ദെൻ തേർഡ് വൺ സ്റ്റോൺഹെഞ്ച് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ട് എവിടെയാ? ഈ 3 എന്ന് എഴുതിയെടുത്താണ്, അതാണ് ഇംഗ്ലണ്ട്. ഇത് നമ്മൾ പറഞ്ഞത് ഫോർത്ത് വൺ ആണ് ദ പാർത്തനൻ എവിടെയാന്നറിയോ? ഗ്രീസില്. പാർത്തനൻ ഇൻ ഗ്രീസ്. ഈ 6th എന്നുള്ള 6 കണ്ടോ, അതാണ് ഗ്രീസ്. ഓക്കെ. നെക്സ്റ്റ് വൺ, 5th വൺ, ആങ്കോർ വാട്ട് എവിടെയാ? കംബോഡിയ. എവിടെയാണ്? കംബോഡിയ എന്ന രാജ്യത്താണ് ആങ്കോർ വാട്ട് സ്ഥിതി ചെയ്യുന്നത്. അതേതാന്നറിയോ ആങ്കോർ വാട്ട്? 5. 5th വൺ ആങ്കോർ വാട്ട് 5th വൺ. ഇനി 6th വൺ ദ കൊളോസിയം എവിടെയാ? കൊളോസിയം ഇറ്റലി. എവിടെയാ? ഇറ്റലി. ഇനി ഇറ്റലി എവിടെയാന്ന് കണ്ടുപിടിച്ചോ? വേൾഡ് മാപ്പിൽ ഇറ്റലി എവിടെയാ? പ്ലീസ് ഫൈൻഡ് ഇറ്റലി ഇൻ ദ വേൾഡ് മാപ്പ്. ക്യാൻ യു ഫൈൻഡ് ഇറ്റലി? ഇറ്റലി ഏതാന്നറിയോ? ആ 5 സോറി തെറ്റി. 5ാമത്തെ മക്കളെ ആങ്കോർ വാട്ട് കംബോഡിയ എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ നമ്മള്. 9th. ആങ്കോർ വാട്ട് കംബോഡിയ കണ്ടുപിടിച്ചോ? 9th എന്ന് എഴുതിയെടുത്ത്. കണ്ടോ ഗ്രേസേ? ഇനി കൊളോസിയം ആണ് ഇറ്റലിയില്. ഇറ്റലി എവിടെയാ? 5th. 5 എന്ന് എഴുതിയെടുത്ത് ഇറ്റലി. ഇനി 7th വൺ പാലസ് ഓഫ് വേഴ്സലസ്. അതെവിടെയാന്നറിയോ? ഫ്രാൻസ്. പാലസ് ഓഫ് വേഴ്സലസ്, ഫ്രാൻസ്. അതെവിടെയാ? 4th വൺ. 5 ഏതായിരുന്നു? 5 കൊളോസിയം അല്ലേ ഗ്രേസേ? മാറിപ്പോയി. 5 കൊളോസിയാണ്. പാലസ് ഓഫ് വേഴ്സലസ് 4 എന്ന് എഴുതിയതാണ് ഏത്? ഫ്രാൻസ് സ്ഥിതി ചെയ്യുന്നത്. 8th വൺ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. USA. USA. സ്റ്റാച്യു ഓഫ് ലിബർട്ടി USA. ദാറ്റ് ഈസ് 1 എന്ന് എഴുതിയെടുത്താണ് USA. കണ്ടോ ഇവിടെ? ഇതാണ് USA. കണ്ടില്ലേ? യെസ്. മുഹമ്മദ് റിഹാൻ കറക്റ്റ്. യെസ് 1. സ്റ്റാച്യു ഓഫ് ലിബർട്ടി USA. അത് 1 എഴുതിയെടുത്താണ് USA. ദെൻ ലാസ്റ്റ് വൺ ക്രിസ്റ്റ് ദ റെഡീമർ. അത് ബ്രസീൽ 2. ബ്രസീലാണ് 2ലാണ്. എന്താ മോനെ എഡ്വിനെ പറഞ്ഞ മോനെ? എനിക്ക് ഇപ്പോഴാ ക്ലാസ് കിട്ടിയത്. മിസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയും കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഒന്നും കൂടെ പറയാം. ഇവിടെ we can see the world map and 9 monuments. Names of 9 monuments are here. First one Sanji Stupa, second one pyramids, Stonehenge, Parthenon,
Angkor Wat, Colosseum, Palace of Versailles, Statue of Liberty, Christ the Redeemer. In countries, Greece, England, India, Italy, Egypt, Brazil, Cambodia, USA, France. നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ എഡ്വിനെ? ഇവിടെ കുറെ മോണുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ മോണുമെന്റ്സ് ഏത് കൺട്രിയിലാണെന്ന് കണ്ടുപിടിക്കണം. We can find the countries which belongs to the monuments. ഇനി ആ കൺട്രി എവിടെയാണെന്ന് എവിടെ അടയാളപ്പെടുത്തണം? ഈ മാപ്പിൽ അടയാളപ്പെടുത്തണം. മനസ്സിലായോ? അതിൽ ഒന്നാമത്തെ സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപ ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് ഏത് സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ എവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത്? H എന്നിടത്താണ് ഇന്ത്യ. കണ്ടോ? മാപ്പിലെ H എന്നുള്ള സ്ഥലത്താണ് ഇന്ത്യ. ഇനി രണ്ടാമത്തത് പിരമിഡ്സ്. ദ പിരമിഡ്സ്. പിരമിഡ്സ് ആർ ഇൻ ഈജിപ്ത്. പിരമിഡ്സ് എവിടെയാണ്? ഈജിപ്തിലാണ്. അത് വേൾഡ് മാപ്പിൽ. പ്ലീസ് ഫൈൻഡ് ഈജിപ്ത് ഇൻ യുവർ മാപ്പ്. 7th വൺ. ഈ 7th ആണ് ഈജിപ്ത്. പിരമിഡ്സിന്റെ ഫോട്ടോ കണ്ടോ? ഈജിപ്ത്. 7th. Stonehenge situating in England. That is 3. Stonehenge 3 കണ്ടോ? ഇറ്റലി. ഇംഗ്ലണ്ട് എവിടെയാണ്? ഇംഗ്ലണ്ട് എവിടെയാന്ന് കണ്ടോ? 3 എന്നുള്ളടത്ത്. Stonehenge in England. 4th one പാർത്തനൻ. പാർത്തനൻ എവിടെയാ? ഗ്രീസ്. ഗ്രീസിലാണ് പാർത്തനൻ. ഗ്രീസ്. അതെവിടെയാണെന്നറിയോ? 6 എന്നുള്ളടത്താണ് ഗ്രീസ്. 6S. Then 5th one Angkor Wat. That is in Cambodia. കംബോഡിയയിലാണ് അങ്കോർ വാട്ട്. അത് 9 എന്നിടത്താണ് കംബോഡിയ സ്ഥിതി ചെയ്യുന്നത്. വേൾഡ് മാപ്പിലെ 9 എന്ന് കാണുന്ന സ്ഥലം കണ്ടോ? അതാണ് കംബോഡിയ. ഓക്കെ. Then 6th one the Colosseum. Colosseum in Italy. ഇറ്റലിയിലാണ് കൊളോസിയം. അത് വേൾഡ് മാപ്പിലെ 5 എന്ന് കാണുന്ന സ്ഥലം. 5. Then 7th one പാലസ് ഓഫ് വേഴ്സലസ്. പാലസ് ഓഫ് വേഴ്സലസ് ഫ്രാൻസിലാണ് അല്ലേ? ഫ്രാൻസിൽ. യെസ്. 4 എന്ന് എഴുതിയ സ്ഥലത്താണ് ഫ്രാൻസ്. ഇനി സ്റ്റാച്യു ഓഫ് ലിബർട്ടി USA അല്ലേ? സിറ്റുവേറ്റിംഗ് ഇൻ USA. ഫസ്റ്റ് വൺ. 1 എന്ന് എഴുതിയെടുത്ത്. Then 9th one ക്രിസ്റ്റ് ദ റെഡീമർ. 2 ബ്രസീൽ. ക്രിസ്റ്റ് ദ റെഡീമർ സിറ്റുവേറ്റിംഗ് ഇൻ ബ്രസീൽ. 2. ഇത്രയും കണ്ടുപിടിച്ചു. ഇനി നിങ്ങളുടെ വർക്ക് ഇതാണ്. എന്ത് ചെയ്യണം? കൺട്രിയുടെ പേര് എഴുതുക. ഫസ്റ്റ് വൺ നെയിം ഓഫ് കൺട്രി, സെക്കൻഡ് വൺ നെയിം ഓഫ് മോണുമെന്റ് എന്ന് കൊടുക്കുക. 2 കോളമായി തിരിക്കുക. നോട്ട്ബുക്കിൽ ഒരു പേജ് എടുത്ത് 2 കോളായി തിരിക്കുക. ഫസ്റ്റ് വൺ നെയിം ഓഫ് ദ കൺട്രി, സെക്കൻഡ് കോളം നെയിം ഓഫ് മോണുമെന്റ്. എന്നിട്ട് എഴുതുക. ഓരോന്നിന്റെ പേര് എഴുതുക. ചെയ്യില്ലേ? ഇന്ത്യ സാഞ്ചി സ്തൂപ, ഈജിപ്ത് ദ പിരമിഡ്സ്, ഇംഗ്ലണ്ട് സ്റ്റോൺഹെഞ്ച്, പാർത്തനൻ ഗ്രീസ്, ആങ്കോർ വാട്ട് കംബോഡിയ, കൊളോസിയം ഇറ്റലി, പാലസ് ഓഫ് വേഴ്സലസ് ഫ്രാൻസ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി USA, ക്രിസ്റ്റ് ദ റെഡീമർ ബ്രസീൽ. ചെയ്യില്ലേ? ചെയ്യും. ഇപ്പൊ തന്നെ ചെയ്തോ. നോട്ട്സ് എടുക്കുക. ചെയ്യാം. സാഞ്ചി സ്തൂപ ഇന്ത്യ. പിന്നെ ദ പിരമിഡ്സ്.
the pyramids, Egypt, then third one, Stonehenge, England, then the Parthenon, Greece, 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 then Angkor Wat, Angkor, Wat, Angkor Wat, Cambodia, 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 then the Colosseum, Italy, then Palace of Versailles, Versailles, Palace of Versailles, France, France, then Statue of Liberty, USA, then Christ the Redeemer. Christ the Redeemer. Brazil. ചെയ്തോ? ഇതുപോലൊന്ന് വരക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? വരക്കുവോ? എന്തായിരുന്നു മോളെ ഹന്ന, പറഞ്ഞോ ഹന്ന. മിസ് എഴുതിയതുപോലെയാണോ എഴുതണ്ടേ? അല്ല, ഞാൻ അങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 2 കോളാക്കി തിരിക്കണേ. നെയിം ഓഫ് കൺട്രി, നെയിം ഓഫ് മോണുമെന്റ്. ഓക്കെ. Can you draw the world map? Can you draw? വരക്കാൻ പറ്റുമോ? Yes, you can try to draw a world map in your notebook. Okay. You can try to draw world map. Okay. വരക്കാൻ നോക്ക് കേട്ടോ, ആകുന്നത് പോലെ വരക്കുക. എന്നിട്ട് ഇതൊക്കെ അടയാളപ്പെടുത്തണേ. കൺട്രീസ് ഒക്കെ അടയാളപ്പെടുത്തുക. ഇത്രയും ഈ 9 കൺട്രീസ് അടയാളപ്പെടുത്തുക.
മായ്ക്കട്ടെ? മായ്ക്കാണ് കേട്ടോ. ഓക്കെ. ഇനി ഒന്നും കൂടെ പറയാം മക്കളെ. നിങ്ങൾക്കൊരു വർക്ക് ഇന്ത്യയിലെ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ, ഫേമസ് ആയ സ്റ്റേറ്റ്സ് ഒക്കെ ഇല്ലേ, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്നിന്റെ പേര് എഴുതുക. ഇല്ലേ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഗുജറാത്തിൽ ഏതോ ഒരു അമ്പലമുണ്ട്. അതുപോലെ അഹമ്മദാബാദ് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എവിടെയൊക്കെയോ ഉണ്ടല്ലേ. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു സ്ഥലവും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ പേരും കൂടെ എഴുതുക. ഹോംവർക്ക് ചെയ്യില്ലേ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൺട്രിയോ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒന്നിന്റെ പേരും കൂടെ എഴുതുക. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്തൊക്കെയായിരുന്നു? ട്രൈ ടു draw world map in your notebook and mark these countries. Okay, which are the countries? ഏതൊക്കെ കൺട്രി അടയാളപ്പെടുത്തേണ്ടത്? ഗ്രീസ്, ഇംഗ്ലണ്ട്, ഇന്ത്യ, ഇറ്റലി, ഈജിപ്ത്, ബ്രസീൽ, കംബോഡിയ, USA ആൻഡ് ഫ്രാൻസ് അല്ലേ? പിന്നെ അടുത്ത ഹോംവർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് കൂടാതെ വേറെ കുറെ സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ കൺട്രീസോ എന്തൊക്കെയെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് അറിയുന്നത്. കൺട്രീസ് ആയാലും കുഴപ്പമില്ല, സ്റ്റേറ്റ്സ് ആയാലും കുഴപ്പമില്ല. അപ്പൊ അതിന്റെ പേരും അതുമായി ഇമ്പോർട്ടന്റ് ആയ എന്തെങ്കിലും ഒരു ടെമ്പിളോ ചർച്ചോ അല്ലെങ്കിൽ പാർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അതിന്റെ പേരും കൂടെ എഴുതുക. അതും കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഒന്ന് നോട്ട്ബുക്ക് എടുത്തേ. ടേക്ക് യുവർ നോട്ട്ബുക്ക്. ബാക്ക് പേജ് എടുത്തേ. ഓക്കെ, ഇത്രയും വേർഡ്സ് ഡിക്റ്റേഷൻ ഇടട്ടെ. ഇപ്പോ 2 മിനിറ്റ് തരാം, ഒന്ന് വായിച്ചു നോക്കൂ. സ്പെല്ലിങ് ഡിക്റ്റേഷൻ ഇടാം. ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. എല്ലാത്തിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കിയേ. മുഹമ്മദേ, എന്താ മോനെ? കേൾക്കുന്നില്ല മുഹമ്മദ് പറയുന്നത് കേൾക്കുന്നില്ല മിസ്സിന്. റെഡിയാണോ? ആർ യു റെഡി ഫോർ ദ ഡിക്റ്റേഷൻ? യെസ്. റെഡിയല്ലേ? അല്ല, പെട്ടെന്ന് വേഗം. മുഹമ്മദ് റിഹാൻ, നോ. വൈ? മുഹമ്മദ്, പ്ലീസ് സ്റ്റഡി വെൽ. നോക്കി എഴുതാൻ പാടില്ല കേട്ടോ. നോക്കി എഴുതരുത്. നോ നീഡ് ടു ലുക്ക് ഹിയർ ഓർ ദർ. നാല് 26 4:28 വരെ ടൈം തരും. ഡിക്റ്റേഷൻ ഇടണം, അതിന്റെ സ്പെല്ലിങ്ങും പറയണ്ടേ?
Okay, time ആയി. All of you close your textbook and take your notebook. നോക്കി എഴുതാൻ പാടില്ല മക്കളെ, നോക്കി എഴുതരുതേ. First one, Sanji Stupa. Sanji Stupa. Please write down. Sanji Stupa. Shahbaz. Please write down. Shahbaz എഴുതിയാട്ടെ. Sanji Stupa. Yes. Second one, Colosseum. The Colosseum. Second one, the Colosseum. First one, Sanji Stupa. Second one, the Colosseum. എന്താ മോനെ മുഹമ്മദേ? ഇപ്പൊ ഒന്ന് ഇരുന്നേ കട്ടായി പോയി. ഞാൻ അന്നേരം മിസ് ഇത് എങ്ങനെയാ പറയുന്നത് ഡിക്റ്റേഷൻ എന്നാണ് മിസ്സേ? ഇപ്പൊ പഠിപ്പിച്ച കാര്യങ്ങള് അതിന്റെ സ്പെല്ലിംഗ് എഴുതണം. ഒന്നാമത്തെ വാക്ക് സാഞ്ചി സ്തൂപ. First one, Sanji Stupa. Second one, the Colosseum. The Colosseum. The Colosseum. Third one, Statue of Liberty. Third one, Statue of Liberty. Statue of Liberty. Sanji Stupa, the Colosseum, Statue of Liberty. Then fourth one, Cambodia. Cambodia. Fourth one, Cambodia. Okay, fourth one, Cambodia. Fifth one, pyramids. 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 ഒന്നാമത്തത് സാഞ്ചി സ്തൂപ, രണ്ടാമത്തത് ദ കൊളോസിയം, മൂന്നാമത്തത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ദെൻ പിന്നെന്തായിരുന്നു മക്കളെ, മറന്നുപോയി. നാലാമത്തത് കംബോഡിയ. ഫിഫ്ത് വൺ ഏതായിരുന്നു? ഫിഫ്ത് വൺ ഏതായിരുന്നു ഗ്രേസേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോളെ. മിസ് ഞാനും 4 പേര് എഴുതിയുള്ളൂ. ഓക്കെ, പിരമിഡ്. ഓക്കെ, പിരമിഡ് ആരോ എഴുതി കാണിക്കുന്നുണ്ട്, പിരമിഡ്. ഓക്കെ, ഫിഫ്ത് വൺ പിരമിഡ്. ഗുഡ്. നോക്ക, സാഞ്ചി സ്തൂപ, ദ കൊളോസിയം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, കംബോഡിയ, ലാസ്റ്റ് വൺ പിരമിഡ്സ്. ചെയ്തില്ലേ? ചെയ്തുവോ? ഞാൻ ആൻസർ ഇവിടെ എഴുതി തരാം, കറക്റ്റ് ചെയ്യണം കേട്ടോ തനിയെ. ഒന്നാമത്തത് സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപ. രണ്ട്, ദ കൊളോസിയം. The Colosseum. Third, Statue of Liberty. Of Liberty. Statue of Liberty. Fourth one, Cambodia. COMBODIA. Cambodia. Fifth one, pyramid. PYRAMID. Pyramid.
സാഞ്ചി സ്തൂപ, കൊളോസിയം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, കംബോഡിയ, പിരമിഡ്. ചെയ്തില്ലേ? ഇനി എത്ര പേർക്ക് ഫുള്ള് കിട്ടി? ടൈം കഴിയാനായി മക്കളെ, വേഗം. ഫുള്ള് കിട്ടിയത് ആദിത്യൻ, ദെൻ പിന്നെ എഡ്വിൻ, ഹന്ന, ഗ്രേസ്, ഷിസ. ഓക്കെ, പിന്നെ ആരായിരുന്നു? റിഹാൻ. ഓക്കെ, ഓക്കെ, ഗുഡ്. അപ്പൊ ചെയ്യേണ്ട നിങ്ങളുടെ ഹോംവർക്ക് എന്തായിരുന്നു? ടുഡേയ്സ് ഹോംവർക്ക്, ട്രൈ ടു ഡ്രോ വേൾഡ് മാപ്പ്. പിന്നെ important places and related monuments or rivers or other things. Okay. 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 Shall we wind up? എന്തായിരുന്നു മോനെ? ആരായിരുന്നു? മുഹമ്മദേ പറഞ്ഞ മോനെ. ഓ മോൻ പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു സ്ഥലവും അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നദികളാവാം, ചിലപ്പം മോണിമെന്റ്സ് ആവാം, ചിലപ്പം ബ്രിഡ്ജസ് ആവാം, എന്താണോ അത് നിങ്ങൾക്ക് അറിയുന്നത് മാത്രം കേട്ടോ. ഓക്കെ. അറിയുന്ന ഏതെങ്കിലും ഒരെണ്ണം മാത്രം എഴുതിയാൽ മതിയോ? 5, 6, 10 നിങ്ങൾക്ക് കിട്ടുന്നത്രയും ഒന്ന് മാത്രം. മിസ്, ഈ മാപ്പ് അന്ന് സോഷ്യലിന് വരച്ചത് തന്നെ വരച്ചാ പോരെ? ഇത് വേൾഡ് മാപ്പ് ഇതുപോലെ തന്നെ വരച്ചാലും മതി. ഇതുപോലെ വരച്ചാലും മതി, ടെക്സ്റ്റിലുള്ളത് പോലെ. കോപ്പി എടുത്താ മതിയോ? കോപ്പി ഒന്നും എടുത്താ പോരാ. അയ്യോ, അതൊന്നും പറ്റില്ല. മിസ്, അന്ന് സോഷ്യലിന് മിസ് വരയ്ക്കാൻ പറഞ്ഞില്ലായിരുന്നോ മാപ്പ്? അത് വരച്ചാ ആയിക്കോട്ടെ. അത് ഇന്ത്യയുടെ മാപ്പല്ലേ മോളെ പറഞ്ഞത്, ഇത് വേൾഡ് മാപ്പ്. ഓക്കെ, ബൈ ബൈ. യെസ്, എന്തായിരുന്നു സായി കൃഷ്ണ? ഏതെങ്കിലും വരച്ചിട്ട് അതിനെ കുറിച്ച് എഴുതിയാണ്ടത് അല്ല മോനെ, അതായത് ഏതെങ്കിലും ഒരു 3 or 4 പ്ലേസും അതുമായി ബന്ധപ്പെട്ട ഫേമസ് ആയ കാര്യങ്ങളില്ലേ, അങ്ങനെ എഴുതണം. ഇപ്പൊ നമുക്കറിയാം, കണ്ണൂരാണെങ്കിൽ അവിടുത്തെ ഇമ്പോർട്ടന്റ് എന്താണ്? പയ്യന്നൂർ എന്താ? ഗാന്ധിജി എന്തോ സംഭവം നടത്തിയില്ലേ? ഇല്ലേ? എന്താ അത്? എന്താന്ന് കണ്ടുപിടിക്കും കേട്ടോ. അതുപോലെ ഓരോ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 or 6 സ്ഥലവും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി നല്ല ഇമ്പോർട്ടൻസ് ഉള്ള എന്താണോ അതും കൂടെ എഴുതാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു. ഓക്കെ, see you in the next class.